LDF യഥാർത്ഥത്തിൽ അവരുടെ മേന്മയെക്കുറിച്ച് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ജനങ്ങളുടെ ചിന്ത എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചതേയില്ല. അവർ ഞാൻ അതായിരുന്നു അവരുടെ പൊതുവികാരം. പക്ഷേ ആ പൊതുവികാരം ജനങ്ങളുടെ വികാരമായിരുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റി? അവർക്ക് അവരെക്കുറിച്ച് അസസ് ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ പതനത്തിൽ അവർ പോയി പെടേണ്ടി വന്നു. അതാണ് യാഥാർത്ഥ്യം. ഇല്ല, അത് ഞാൻ പറയേണ്ട ആളല്ല. മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. 3 പ്രധാന പേരുകൾ ഇപ്പോൾ എല്ലാവരുടെയും നാവുകളിൽ എന്താണ്, എങ്ങനെയായിരിക്കും അങ്ങയുടെ ഒരു? അത് ഞങ്ങളാരും കക്ഷി പിടിക്കരുത് എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. അത് പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് കക്ഷി പിടിക്കരുത് എന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം. അതിനകത്ത് കൊണ്ട് ഞാനതിൽ ഒരു അഭിപ്രായം പറയുന്നില്ല. ഒരു അഭിപ്രായം പരസ്യമായിട്ട് പറയുന്നതിന് ശരിയല്ല. അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചതും സത്യം പറഞ്ഞാൽ എന്നോടുള്ള വാത്സല്യമായിരിക്കും. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് താൻ പാർട്ടിയിലെ സീനിയറാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങും പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ സീനിയർ ആയിരിക്കും. അപ്പം അങ്ങയുടെ പേരും ആ സ്ഥാനത്ത് പരിഗണിക്കേണ്ടതല്ലേ? അങ്ങനെ നോക്കാം. ഞാനതൊന്നും പറയില്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ കണ്ടു. സാധാരണ ഞാൻ വരുന്നതാണ്. സാധാരണ വന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഞാൻ മടങ്ങും. MLA ആയ അവരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി? അതല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഓർബിറ്റിൽ പെട്ടതല്ല, എൻ്റെ അജണ്ടയ്ക്കകത്ത് പെട്ടതുമല്ല. അത് ചോദിച്ചിട്ട് ഞാൻ എന്ത് മറുപടി പറയാൻ പറ്റും? ആയിക്കോട്ടെ, നിൽക്കുക. അതൊന്നും ഞാനല്ല പറയേണ്ടത്. അത് സെലക്ട് ചെയ്യുന്ന ആളുകളാണ് പറയേണ്ടത്.